എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 17-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കും എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനവകുപ്പ് ഇതിന് 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം നടത്തും. 26.62 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം 25-ാം തീയതി ബുധനാഴ്ച ക്രെഡിറ്റ് ആകുന്നതാണ്. 2 ദിവസത്തിന് ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും. അടുത്ത മാസം 5-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഈ മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാസത്തെ പെൻഷനും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്തിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഈ 8,46,000-ഓളം ആളുകൾക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നതാണ്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കുന്നതാണ്. 300, 200, 500 കുറവുള്ള ആളുകൾക്ക് തുക വിതരണത്തിന് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് സർക്കാർ തുക അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ആ തുക നൽകാത്തത് കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ തുക അനുവദിക്കുന്ന സമയത്ത് ഈ ഒരു തുക കൂടി അനുവദിച്ചിട്ടുള്ളത്. ഇതിന് 24.21 കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഇനി വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ഇത് മാർച്ച് 31-ന് മുമ്പാണ് സമർപ്പിക്കേണ്ടത്. അതിനു മുമ്പ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ പെൻഷൻ മുടങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് 2020 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. ഓരോ തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. ജൂൺ 30 വരെ ഇതിനും സമയമുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് 23-ാം തീയതി വിതരണം ചെയ്യും എന്നാണ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഫോൺ കോൾ കേൾക്കുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ നമസ്കാരം മാഡം. ഈ മാസം പെൻഷൻ ഉണ്ടോ? 23-ാം തീയതി അയക്കുന്നുണ്ട്. 23. എത്ര എണ്ണം ഉണ്ട് മാഡം? ഒരു മാസത്തേ ഉള്ളൂ. ഇത് കുടിശ്ശിക തീർക്കുന്നു പറഞ്ഞിട്ട് അത് തീർക്കുന്നുണ്ടോ? 2 മാസം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചാൽ മതി. എന്താണെന്ന് നോക്കട്ടെ തീരുമാനം. ഈ ഭരണം കഴിയാൻ പോവല്ലേ? അതിന് മുമ്പ് അങ്ങനെ കൊടുത്ത് തീർക്കുവോ? കൊടുത്ത് തീർക്കുന്നാണ് അറിവ്. 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുക പറയാം. 23-ാം തീയതി അയക്കല്ലേ? അപ്പൊ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ മാസം ഒരു മാസത്തേത് മാത്രമാണ്. കുടിശ്ശിക അടുത്ത മാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പൊ എത്ര മാസത്തേക്ക് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് പെൻഷൻ മുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. 4-5 മാസം കൂടുമ്പോഴാണ് ഇത് ഒരുമിച്ച് വിതരണം ചെയ്യാറുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഇനി അടുത്ത മാസത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷനാണ് വരുന്നത്. അതിനു മുമ്പ് കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പെൻഷൻ ഇങ്ങനെ താമസിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. സർക്കാർ ആ കാര്യത്തിൽ ഗൗരവമായി ഒരു മുൻകരുതൽ എടുക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ പറയുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC പദ്ധതിയിൽ വലിയ മാറ്റം വരുത്താൻ റിസർവ് ബാങ്ക് ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള വായ്പകൾ സമയബന്ധിതമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് RBI തയ്യാറാക്കുന്നത് എന്നാണ്. നിലവിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രകാരം കർഷകർക്ക് കേന്ദ്ര സർക്കാർ 2% പലിശ സബ്സിഡി നൽകുന്നുണ്ട്. കൂടാതെ സമയബന്ധിതമായി തിരിച്ചടക്കുന്നവർക്ക് 3% അധിക കിഴിവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ പലിശ നിരക്ക് പ്രതിവർഷം ഏകദേശം 4% മാത്രമാണ് വരുന്നത്. വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് വാണിജ്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും RBI നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. കർഷകർക്ക് മാർച്ച് 6-നകം RBI വെബ്സൈറ്റിലെ കണക്ട് ടു റെഗുലേറ്ററി വിഭാഗം വഴിയോ ഇമെയിൽ വഴിയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാനാണ് സാധ്യത. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം കിസാൻ സമ്മാൻ നിധിയുടെ 22-ാമത്തെ ഗഡു 2000 രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരങ്ങൾ.
എന്തായാലും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയാണ്. ഡിസംബർ, ജനുവരി പൂർത്തിയാവുകയും ഫെബ്രുവരി മാസത്തിലെ പകുതിയിലധികം ദിവസം കഴിയുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ PM കിസാൻ സമ്മാൻ നിധി 2000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളിലൂടെ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത്. ഇനി മുതൽ ആനുകൂല്യങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും വിതരണം ചെയ്യുക. ഇത് ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. AIS സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള 16 ക്ഷേമനിധി ബോർഡുകളിലെയും അംഗങ്ങൾക്ക് ആധാർ അധിഷ്ഠിത സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളികൾക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രം, ക്ഷേമനിധി ബോർഡ് ഓഫീസുകൾ എന്നിവ വഴിയോ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനും സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വിരൽത്തുമ്പിൽ എത്തിക്കാനുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ 16 ക്ഷേമനിധി ബോർഡ്, തൊഴിലുറപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡിലെ ക്ഷേമത്തിൽ നിന്നുള്ള മറ്റ് സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം ഇനി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന്, ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാം ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ്. അത് തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. ക്ഷേമ ബോർഡുകൾ കൂടി അങ്ങനെ ആകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽ ഉള്ളവർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കാൻ ഉത്തരവായതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ 40% അതിലധികമോ അംഗവൈകല്യം ബാധിച്ചവർ താമസിക്കുന്ന കുടുംബങ്ങൾ, ഓർഫനേജുകൾ കൺട്രോൾ ബോർഡിങ്ങിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് സൗജന്യമായി സേവനം നൽകുന്നതുമായിട്ടുള്ള അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നീ വിഭാഗക്കാർക്കും ഉത്തരവ് പ്രകാരം ഇളവ് അനുവദിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരള മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത് 2 വർഷമെങ്കിലും കൃത്യമായി അംശാദായം അടച്ചവരും, സ്വന്തം പേരിൽ 3 സെന്റിലധികം ഭൂമി ഉള്ളവരും, 25നും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുമായിട്ടുള്ള മദ്രസ അധ്യാപകർക്ക് വീട് നിർമ്മിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത ഭവന വായ്പ അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. വായ്പ തിരിച്ചടവ് കാലാവധി 10 വർഷമാണ്. അപേക്ഷയോടൊപ്പം അംഗത്വ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, അംശാദായം അടക്കിയ രേഖകളുടെ പകർപ്പ് എന്നിവ ഉൾപ്പെടുത്തണം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 28 അപേക്ഷാ ഫോം www.kmtboard.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0495 29 66 577 എന്ന നമ്പറിലോ 91 88 23 05 77 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് 120 രൂപ ഗ്രാമിന് കുറഞ്ഞ് 14,340 രൂപയും 960 രൂപ പവന് കുറഞ്ഞ് 1,14,720 രൂപയുമായി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.